Meet Hanan Shah, Abdul Hakim and Sharif Mohammed. ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എന്റെ കാസറ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പയെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം മേടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ. അങ്ങനെ ചില വിഗ്രഹങ്ങൾ കൂടി വീണൊടിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ കാസറ്റിൽ അബ്ദുൽ ഹക്കീമിനെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. അതുപോലെ ഹനാൻഷയെയും കുറിച്ചും ഒരു ആമുഖത്തിന് ആവശ്യമില്ലെന്ന് അറിയാം. ഇവർക്ക് രണ്ടുപേർക്കുമെതിരെയും ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർ ഡ്രേക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന അനന്തു സുജിത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്റെ കാസറ്റ് വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബാംഗ്ലൂരിൽ നടക്കുന്ന മയക്കുമരുന്ന് കച്ചവടത്തെ കുറിച്ച് വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഇവനെ ആളുകൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പും ഇവൻ പലതരത്തിലുള്ള എക്സ്പോസും വീഡിയോകൾ ചെയ്തിരുന്നെങ്കിലും വലിയ റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബാംഗ്ലൂരിലെ കോളേജുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന മയക്കുമരുന്ന് കച്ചവടത്തെ കുറിച്ച് വീഡിയോകൾ ചെയ്തതിന് ശേഷം ഇവൻ വലിയ രീതിയിൽ വൈറലായി. എന്നാൽ ഇപ്പൊ ഡോക്ടർ ഡ്രേക്ക് പറയുന്നത് അവൻ അന്ന് ആ വീഡിയോ ചെയ്തത് ബാംഗ്ലൂരിൽ അവന്റെ ചില കൂട്ടുകാർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. അതായത് അവിടുത്തെ മെയിൻ മയക്കുമരുന്ന് കച്ചവടക്കാരെന്ന് പറയുന്നത് ഇവന്റെ ചില ഫ്രണ്ട്സ് ആണ്. അവരുടെ എതിരാളികൾക്കെതിരാണ് അന്ന് അബ്ദുൽ ഹക്കീം വീഡിയോ ചെയ്തത് എന്നാണ് ഡോക്ടർ ഡ്രേക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഇവൻ പണ്ട് നടൻ ആന്റണി പെപ്പയെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി ഇട്ടത് പലരും ഓർക്കുന്നുണ്ടാകും. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ പെപ്പെ മോശമായി പെരുമാറിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി അബ്ദുൽ ഹക്കീമിനെ കോൺടാക്ട് ചെയ്തു. ഇവൻ എന്താക്കി അത് വെച്ചൊരു കളി കളിച്ചു. പെപ്പയെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് 25 ലക്ഷത്തോളം രൂപ ഇവൻ കൈക്കലാക്കിയെന്നാണ് പറയപ്പെടുന്നത്. കാട്ടാളൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവം അരങ്ങേറിയതെന്നാണ് പറയപ്പെടുന്നത്. കാട്ടാളൻ സിനിമയിൽ ഹനാൻ ഷായും ഉണ്ടല്ലോ. ഹനാൻ ഷാ അബ്ദുൽ ഹക്കീമിന്റെ ഫ്രണ്ട് ആണെന്നാണ് ഡോക്ടർ ഡ്രേക്ക് പറയുന്നത്. അന്ന് പെപ്പയുടെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപ വാങ്ങിയെടുക്കാൻ ഇടനിലക്കാരനായി നിന്നത് ഹനാൻ ഷാ ആണെന്നാണ് ഡോക്ടർ ഡ്രേക്ക് പറയുന്നത്. ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 1-2 വീഡിയോകൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഡ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ വീഡിയോകളെല്ലാം ഒന്ന് കണ്ടു നോക്കാം. മീറ്റ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം. ബാംഗ്ലൂരിൽ മലയാളി വിദ്യാർത്ഥികളായ ആചാര്യ കോളേജിൽ മാത്രം നടക്കുന്നതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഹക്കീമിനോട് ഞാൻ ലാസ്റ്റ് സമയം സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇത് പേഴ്സണൽ പ്രശ്നങ്ങളല്ല ഹക്കീമെ, ഇത് ഹക്കീം ചെയ്ത കോണ്ടന്റുകളാണ് പ്രശ്നം. ആദ്യത്തെ കോണ്ടന്റ് ബാംഗ്ലൂരിലെ RR കോളേജും ആചാര്യ കോളേജിനെയും ചുറ്റി സംബന്ധിച്ച് ഡ്രഗിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹക്കീം ചെയ്ത ആ കോണ്ടന്റ്. ബാംഗ്ലൂർ RR കോളേജ്, സപ്തഗിരി കോളേജ്, ആചാര്യ കോളേജ്, ഈ 3 കോളേജിന്റെ ഇടയിലായിട്ട് ഹക്കീം ചെയ്ത കോണ്ടന്റ്, ഹക്കീമിന് ആ ഡീറ്റെയിൽസ് കൊടുത്തത് ഇവർ 2 ആൾക്കാരായിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഹക്കീം കോണ്ടന്റ് ചെയ്യുന്നത്. ബംഗളൂരുവിൽ വൻ മയക്കുമരുന്ന് വേട്ട, 10 കോടി രൂപയുടെ ലഹരി മരുന്നുമായി 2 മലയാളികൾ പിടിയിലായി. ಅಶ್ವಿನ್, ಮುಬೀನಾ എന്നിവരാണ് പിടിയിലായത്. ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಒಂದರಲ್ಲಿ 10 ಕೋಟಿ ಮೌಲ್ಯದ ಡ್ರಗ್ಸ್ ಪತ್ತೆಯಾಗಿದೆ. കോടിക്കണക്കിനുള്ള പ്രശ്നങ്ങളായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലെ നിലവിലെ ഡ്രഗും കാര്യങ്ങളും എല്ലാം ഡീൽ ചെയ്യുന്ന ഈ കുറച്ച് ആൾക്കാരായിരുന്നു. ഈ കുറച്ച് ആൾക്കാരെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല ഹക്കീമിന്, കാരണം ഇത് ഹക്കീമിന്റെ കൂട്ടുകാരാണ്. മനസ്സിലായില്ലേ? ബാംഗ്ലൂരിലെ കോളേജുകളെ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ബിസിനസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ചെയ്യാൻ ഹക്കീമിന് വേണ്ട ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത ആളുകളെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ കണ്ട ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയിലൂടെ പോലീസ് പിടികൂടി. അതായത് മറ്റേ ടീമിനെ ഒതുക്കാൻ വേണ്ടിയും അവിടുത്തെ കച്ചവടം മുഴുവനായിട്ടും പിടിക്കാൻ വേണ്ടിയുമാണ് ഇവർ ഹക്കീമിന് ഡീറ്റെയിൽസ് കൊടുത്തത് എന്നർത്ഥം. ഇവർ ഹക്കീമിന് സുഹൃത്തുക്കളാണെന്ന് ഡോക്ടർ ഡ്രേക്ക് പറയുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡീറ്റെയിൽസ് തന്നവന്മാരെല്ലാം അവിടുത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കച്ചവടക്കാരായിരുന്നു എന്ന് ഹക്കീമിന് അന്ന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അവരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു ഹക്കീം അവരുടെ എതിരാളികൾക്കെതിരെ വീഡിയോ ചെയ്തു കൊടുത്തത് എന്ന കാര്യവും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ബാക്കി കേട്ടോക്കാം. അടുത്തത് കാസർഗോഡുള്ള കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടി, തിരുവനന്തപുരത്ത് ലക്ഷ്യ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ. ഈ കോണ്ടന്റ് ഹക്കീം ചെയ്ത കോണ്ടന്റ് ഇതിനകത്ത് 2 മണിക്കൂർ കൊണ്ട് കേരളത്തിലൊരു ലുക്കൌട്ട് നോട്ടീസ് ഇറങ്ങുകയും അതുപോലെ തന്നെ ഒരു കോർട്ട് ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തു. 2 മണിക്കൂർ കൊണ്ട് കൃഷ്ണപ്രിയക്കെതിരെ ട്രിവാൻഡ്രം കമ്മീഷണർ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അധികം വൈകാതെ കൃഷ്ണപ്രിയ ജയിലിലാണ്. ആ കോർട്ട് ഓർഡർ ഞാൻ ഇവിടെ കാണിക്കാം. ഇങ്ങനെ ഒരു കോർട്ട് ഓർഡർ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഫാബ്രിക്കേറ്റിംഗ് എവിഡൻസ് ഇൻ ദ ടോക്ക് ഓഫ് ഫാബ്രിക്കേഷൻ. ഇത് ഹക്കീം ചെയ്ത വേറൊരു കോണ്ടന്റ് ആണ്. കേരളത്തിൽ 16ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്നത് സെക്സ് റാക്കറ്റും വിസ തട്ടിപ്പാണ്. ഇതിനകത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പേരിൽ പരാതിപ്പെട്ടു എന്ന് പറയുന്ന കേൾപ്പിക്കുന്ന ഒരു പെണ്ണിന്റെ ഓഡിയോ. ഞങ്ങളോട് ഒന്ന് പെട്ടുപോയി ബ്രോ, എന്താ ചെയ്യേണ്ടെന്ന് ഐഡിയ ഇല്ല. സെക്സ് വർക്കിനൊക്കെ പോകാൻ അവർ പറയുന്നത്. പിന്നെ ലീഗലി മൂവ് എന്നൊക്കെ പറയുമ്പോൾ നാളേക്ക് ശരിയാവും, ചെറിയ ഡിലേ ഉണ്ട്. അത് അങ്ങനെ ഒരു പെണ്ണില്ല. ഹക്കീം അല്ലെങ്കിൽ അതെനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. അങ്ങനെ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ യഥാർത്ഥ വോയിസ് ഉണ്ട്. ഇതേപോലെ തന്നെ ഇവർ സംസാരിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് പറയട്ടെ, അത് ഹക്കീമിന്റെ വോയിസ് തന്നെ ഹക്കീം പെണ്ണുങ്ങളെ പോലെ ആക്കിയതാ. അല്ലേ ഹക്കീമേ? ആഹാ, കൊള്ളാലോ കളി. ഇതൊക്കെ ഉള്ളത് തന്നെയാണോടെ. എന്നാലും ഇതൊക്കെ ഡോക്ടർ ഡ്രേക്ക് എങ്ങനെ അറിഞ്ഞു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നുകിൽ ഹക്കീം തന്നെ ഡോക്ടർ ഡ്രേക്കിനോട് പറഞ്ഞു കാണണം, അല്ലെങ്കിൽ ഹക്കീം വേറെ ആരോടോ പറഞ്ഞത് അയാൾ തന്നെ ഡോക്ടർ ഡ്രേക്കിന് ചോർത്തി കൊടുത്തതുമാവാം. അല്ലാതെ ഡോക്ടർ ഡ്രേക്കിന് ഇത്ര കോൺഫിഡന്റ് ആയി ഈ കാര്യങ്ങളെല്ലാം പറയാൻ കഴിയില്ലല്ലോ. ഹക്കീം താൻ ചെയ്ത ഉടായ്പകളെല്ലാം മറ്റാരോടോ ഷെയർ ചെയ്തിട്ടുണ്ടാവാം. അത് അയാൾ ഡോക്ടർ ഡ്രേക്കിന് ചോർത്തി കൊടുത്തതാവാം എന്ന് ഞാൻ പറയാൻ ചില കാരണങ്ങളുണ്ട്. ഒരു വീഡിയോ കണ്ടു നോക്കാം. അത് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം കത്തും.
ഇവിടെ നേരെ തിരിച്ച ഇവിടെ ഞാനേ എന്ത് തല്ലുണ്ടാവുമ്പോ ഞാൻ പറയേ നീ കഴിക്കല ഞാൻ കഴിക്കല ഇവിടെ മീൻ കറി വിട്ടിട്ടാ കണ്ട ഫന്ന രീതിക്ക്. അതായത് ഇവനായിട്ട് കമ്പനി അടിച്ച് നിന്നാലാണ് ഇവന്റെ സത്യാവസ്ഥ ഇവൻ നമ്മുടെ അടുത്ത് പറയുള്ളൂ. ഒരാളുടെ അടുത്ത് പോയിട്ട് നിന്നെ പറ്റി അറിയാൻ വേണ്ടി ഞാൻ വന്നാന്ന് പറഞ്ഞ ഇവന്റെ കാര്യം ഇവ എന്തെങ്കിലും പറയൂ? ബോധമുള്ളവർക്ക് ചിന്തിക്കേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ നോക്കണം. ഞാൻ പറഞ്ഞു അതെ അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയാന്ന് പറഞ്ഞിട്ട് ഇതിട്ടുട്ടാ ഐമോജി എവിടെ ഫോക്കസ് ആവ് ഒരു വായ പൊത്തി പിടിച്ചിരിക്കണ സാധനം. അത് കഴിഞ്ഞിട്ട് ഇവൻ പറയണോ കേട്ടോ അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് ആരാ അപ്പുറത്തെ വീട്ടിലാണ് ഇപ്പുറത്തെ വീട്ടിലാണ് ഒന്നും നമുക്കറിയണ്ട. കണ്ട ഇങ്ങനെ ഒരു സാധനങ്ങൾ അടിച്ചാലാണ് അവ അടുത്തത് പറയുള്ളൂ. മനസ്സിലാവണ്ട. ഇനി അടുത്തത് നമ്മളെ മറ്റേ ഇത് തുടങ്ങിയില്ലേ മറ്റേ എക്സ്പോസിങ് കണ്ടിട്ട് റീസ്റ്റാർട്ട് ചെയ്തില്ലേ, അത് അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല. ബ്രോ ഇതൊന്ന് മറ്റേ സ്റ്റോറി ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. റീലൊന്ന് ജസ്റ്റ് സ്റ്റോറി ഇട്ടല്ലേ അപ്പൊ ആൾക്കാർക്ക് കാണുമ്പോ ഫേസ് വാല്യൂ കാണുമ്പോ മനസ്സിലാവുന്നതുകൊണ്ട് ഇപ്പൊ കുറെ പേര് അറിഞ്ഞിട്ടുണ്ട്. എനിക്കാകെ ഈ അക്കൗണ്ട് തുടങ്ങിയപ്പോ 100 ഫോളോവേഴ്സ് ആണ് ഉണ്ടായുള്ളൂ. ഇപ്പൊ 250 മറ്റേത് 50K വ്യൂസും കയറി. ഈ സംഭവം ഞാൻ പറയാം. ഇതവിടാണെങ്കിൽ അതായത് ഇപ്പൊ ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാര് ചിലപ്പോ എന്റെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോ ഫോളോ അടിക്കാനും അതേപോലെ തന്നെ കണ്ടോ, ഞാൻ പർപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്നൊരു വീഡിയോ ആണ്. ഇതുപോലെ കുറെ എണ്ണം അതിൽ കിടക്കുന്നുണ്ട്. വേണ്ടവർക്ക് പോയി കാണാം. എന്തായാലും ഡോക്ടർ ഡ്രേക്കിന് പറയണത് ബാക്കിയൂടെ കണ്ടു നോക്കാം. ഇതെല്ലാത്തിനും പുറകെയായിട്ട് ഒരു ഇൻഫ്ലുവൻസർ കുട്ടി അവരുടെ വിഷമത്തിന് ഇരുന്ന് സംസാരിച്ച ഒരു കാര്യം അതും എടുത്തോണ്ട് കോണ്ടന്റ് ചെയ്തു. ആ പെണ്ണിന്റെ കൺസെന്റ് പോലും ഇല്ലാതെ ആ പെണ്ണ് അവസാനം കരഞ്ഞു കാല് പിടിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിച്ചു. അവസാനം ഞാനാണ് ആ പെൺകുട്ടീനെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തിട്ട് ഇവന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. എന്നിട്ടും യാതൊരു കാര്യവും ഹക്കീം ചെയ്തില്ല. കാരണം കോണ്ടന്റ് ആണല്ലോ അവിടെ പ്രയോറിറ്റി. കോണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട്, കുറച്ച് ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഇതേപോലെ എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുകയും സ്വന്തം വോയിസ് എടുത്തിട്ട് പെണ്ണുങ്ങളുടെ വോയിസ് ആക്കുകയും ഒക്കെ ചെയ്യാതിരുന്നുണ്ട്. ബി എ റെസ്പോൺസിബിൾ ക്രിയേറ്റർ ഓൺ ദിസ് പ്ലാറ്റ്ഫോം. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടില്ല. ഐ എം ഓൺലി ടോക്കിംഗ് അബൌട്ട് കോണ്ടന്റ് ഹിയർ. ഇത് പ്രൂവ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പാർട്ട് 2 ഞാൻ തരാം ഹക്കീമെ. സ്നേഹം പിറക്കട്ടെ, സ്നേഹം മാത്രം പിറക്കട്ടെ. അതാണ് 2 ദിവസമായി അനന്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇതുവരെയും ഹക്കീം ഒരു മറുപടിയുമായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഈ വീഡിയോക്ക് താഴെ ഹക്കീം ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്ന് വായിച്ചു നോക്കാം. ശരി സാർ, ആ പിടിച്ചത് എന്റെ അമ്മായിയുടെ മക്കളാണെന്ന് കൂടി പറയാൻ പാടില്ലേ? മറ്റേ ലഹരി കേസിൽ പിടിച്ചില്ലേ ഇവന് ഇൻഫർമേഷൻ കൊടുത്ത ടീംസ്, അവരെ കുറിച്ചാണ് ആശാൻ ഉദ്ദേശിച്ചത്. എന്റെ അമ്മായിയുടെ മക്കളാണെന്ന് കൂടി പറഞ്ഞിരിക്കുന്നത്. അതായത് എനിക്ക് ഇവരുമായിട്ട് അത്ര വലിയ ബന്ധമൊന്നും ഇല്ല എന്നൊക്കെയാണ് ഹക്കീം ഉദ്ദേശിച്ചത്. എന്തായാലും ഇനി ആന്റണി പെപ്പെ, ഹനാൻഷ എന്നിവരെ കുറിച്ച് അനന്ത് ചെയ്ത വീഡിയോ നമുക്ക് കണ്ടുനോക്കാം. Meet Hanansha, Abdul Hakim and Sharif Mohammed. This video is not a defamation. This video talks about serious allegations such as blackmailing, extortion, and hawala money transfers. ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എന്റെ കാസറ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. ഈ പേഴ്സണൽ ബുദ്ധിമുട്ട് പറയാൻ വന്ന പെൺകുട്ടിയുടെ അടുത്ത് അബ്ദുൽ ഹക്കീം പറയുന്നു ഇതൊരു FIR കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു FIR കൊടുക്കാനുള്ള ഡ്രാഫ്റ്റ് ആ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കുകയും ആ പെൺകുട്ടിനെ കൊണ്ട് ഒരു ഇമെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ഇമെയിലും ആ പെൺകുട്ടിയുടെ പരാതിയും വെച്ചിട്ട് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ചിട്ട്. എന്നിട്ട് ഈ ഇട്ടിരിക്കുന്ന സ്റ്റോറീസും ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളും റിമൂവ് ചെയ്യുകയും ഇനി പെപ്പെ എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം മേടിച്ചിരിക്കുന്നത്. ഹക്കീം പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പെപ്പയും പിന്നെ ആൾക്കാരുമായിട്ടൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഹക്കീം അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു മലയാളത്തിൽ എഴുതി തന്ന നീ ഇതേപോലെ വോയിസ് അയക്കണം, ഞാൻ അതേപോലെ തന്നെ ഇങ്ങനൊരു ഇഷ്യൂസ് ഉണ്ടാവത്തില്ല, ഞാനും എന്താ വിചാരിക്കുന്നത് പൈസ വാങ്ങിക്കത്തില്ല, നമ്മൾ അങ്ങനെ മൈൻഡിൽ പോലും പോകുന്നില്ല ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ ഈ ഹക്കീം പറഞ്ഞ സാധനം അതേപോലെ വായിച്ചു കൊടുക്കുന്നതിനകത്ത് ഒരു അൾട്ടീരിയർ മോട്ടീവും താങ്കൾക്ക് തോന്നിയില്ലേ? ഇല്ല, എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഇവനെ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഇവനെ എനിക്ക് മുന്നേ അറിയാമായിരുന്നു. ഇവൻ അങ്ങനെ പൈസ വാങ്ങും, ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ വാങ്ങുമെന്ന് എനിക്കൊരു എന്റെ മൈൻഡിൽ പോലും പോകുന്നില്ല. ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻഷ. ഇവിടെയാണ് പ്രശ്നം. ഇങ്ങനെ ഒരു വിഷയത്തിൽ ഹനാൻഷയുടെ പേര് വരുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും വിചാരിക്കില്ല അല്ലെ. എന്റെ കേസിനെതിരെ പിന്നെ കാലങ്ങളായി ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഈ പൈസ വാങ്ങിയ കേസ് തന്നെ വേറെ പലരും എന്റെ അടുത്ത് പേഴ്സണൽ ആയിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവൻ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൊടുക്കും. ഇപ്പൊ ഈ പെൺകുട്ടി പെപ്പയ്ക്കെതിരെ കൊടുത്തില്ലേ അതുപോലെ. അപ്പൊ ഈ അലിഗേഷന് വലിയ ടീംസിനെതിരെയൊക്കെ ആണെങ്കിൽ ഇവൻ എന്ത് ചെയ്യും? നൈസായിട്ട് കളിക്കും. ഈ ന്യൂസ് പുറത്ത് വിടാതിരിക്കണമെങ്കിൽ ഇത്ര പൈസ തരണം എന്നും പറഞ്ഞുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യും. ഇതുപോലെ 10-25 ലക്ഷം ഒക്കെ വാങ്ങിയെടുക്കും. പല വിഷയങ്ങളും ഇവൻ ഇതുപോലെ
പൈസ വാങ്ങി സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ഹനാൻഷന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. ആൾക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ക്ലീൻ ഇമേജ് ആണുള്ളത്. അങ്ങനെയുള്ള ഒരാൾ ഇതിനിടയിലേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരു കാര്യവും, ഹനാൻഷാക്ക് ഇതിന്റെ ഉള്ളുകളികളൊന്നും അറിഞ്ഞിരിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. ഹക്കീം നോക്കുമ്പോൾ ഹനാൻഷ പെപ്പേന്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്. ഹക്കീമിനാണെങ്കിൽ ഹനാൻഷയെ പരിചയവുമുണ്ട്. സോ അങ്ങനെ വേറെ എന്തെങ്കിലും വിഷയം പറഞ്ഞുകൊണ്ട് ഹക്കീം ഹനാൻഷ വഴി പെപ്പയെ മുട്ടിയതുമാവാം. ചിലപ്പോൾ ഹനാൻഷയുടെ പെണ്ണ് കേസിന്റെ കാര്യമൊന്നും പറഞ്ഞു കാണില്ല. അങ്ങനെയും സംഭവിക്കാലോ. എന്തായാലും ഈ വിഷയത്തിൽ ഹനാൻഷ തന്നെ ഒരു എക്സ്പ്ലനേഷനുമായി വരുമെന്ന് പ്രതീക്ഷിക്കാം. വരാതെ വഴിയില്ലല്ലോ. പെണ്ണ് കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി മീഡിയേറ്ററായി നിന്നു, പൈസ വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെയല്ല ആരോപണം. മാറ്റ കേസാണ്. സോ എന്തായാലും ഹനാൻഷയുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം പ്രതീക്ഷിക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആന്റണി പെപ്പയെ കുറിച്ച് ഹക്കീമിന്റെ അടുത്ത് പോയി വെളിപ്പെടുത്തൽ നടത്തിയ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഹക്കീം പറഞ്ഞപ്പോഴേക്കും കേസ് പിൻവലിക്കാൻ തയ്യാറായി എന്നൊരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. ഈ പെൺകുട്ടി ഹക്കീമിന്റെ അടുത്ത് പോകുന്നു, ഹക്കീം കേസ് കൊടുക്കാൻ പറയുന്നു, എന്നിട്ട് ആ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് ഹക്കീം സ്റ്റോറി ഇടുന്നു. പിന്നീട് ഹക്കീം പറഞ്ഞ പ്രകാരം ആ പെൺകുട്ടി കേസ് പിൻവലിക്കുന്നു. ഇനി പെപ്പയുമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഹക്കീം ആ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നു. ശേഷം ഇതെല്ലാം വെച്ച് പെപ്പയുമായി വിലപേശൽ നടത്തി പണം തട്ടുന്നു. ഇത്രയുമാണല്ലോ സംഭവിച്ചത്. എന്നിട്ട് ഇപ്പൊ ആ പെൺകുട്ടി ഒന്നും അറിയാത്ത പോലെ ഡോക്ടർ ഡ്രേക്കിന്റെ അടുത്ത് പോയി ആ സംഭവം എല്ലാം പറഞ്ഞത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഹക്കീം പൈസ വാങ്ങിയ കാര്യം തന്നെ തനിക്ക് അറിയില്ല എന്നൊക്കെയാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതത്ര വിശ്വാസയോഗ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ കുട്ടി കേസ് പിൻവലിച്ചത്? ഈ കുട്ടിക്കും പൈസ കിട്ടിയിട്ടുണ്ടാവല്ലോ. അല്ലാതെ യാതൊരു ബെനിഫിറ്റും ഇല്ലാതെ ഹക്കീം പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു സുപ്രഭാതത്തിൽ പോയി കേസ് പിൻവലിക്കാൻ ആരെങ്കിലും തയ്യാറാവും? ഇതിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും അത്ര വെടുപ്പായിട്ട് തോന്നുന്നില്ല. എന്തായാലും അനന്തുവിന് പറയാനുള്ളത് ബാക്കിയുടെ കേട്ടോ. ഈ പൈസ പോയിരിക്കുന്നത് ഈ പറയുന്ന ഹനാൻഷയുടെ കൂട്ടുകാരനായിട്ടുള്ള സവാദിന്റെ അക്കൗണ്ടിലേക്ക്. ഹനാൻഷാന്റെ ഫ്രണ്ട് അല്ലേ സവാദ്? അങ്ങനല്ലേ എനിക്ക്? അതെ അല്ലേ? ഒന്ന് പോയിരിക്കുന്നത് 7.5 ലക്ഷം, വീണ്ടും പോയിരിക്കുന്ന 7.5 ലക്ഷം, അങ്ങനെ 15 ലക്ഷം, പിന്നെ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു, ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തു. ഈ പറയുന്ന സവാദിന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടും കൂടെ കൊടുത്തു. ഈ പോയിരിക്കുന്ന പൈസകളെല്ലാം വൈറ്റ് ആണ്. അതായത് ആന്റണി പെപ്പയുടെ അടുത്ത് നിന്ന് 25 ലക്ഷം രൂപ പോയിരിക്കുന്ന വൈറ്റ് മണിയാണ്. പക്ഷെ ഈ പൈസ പിന്നെ എങ്ങോട്ടൊക്കെയോ പോയി. ഇത് ദുബായിലോട്ട് പോയി കുറച്ച് ഫണ്ട്, അത് പോയിരിക്കുന്നത് ഹവാല വഴി. ഇതൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ. സോ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഞാൻ ഇനി വെയിറ്റ് ചെയ്യുന്നത് ഹനാൻഷയുടെ റിപ്ലൈക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങൾക്കിടയിൽ ഒരു ക്ലീൻ ഇമേജ് ഉള്ള ആളാണ് ഹനാൻഷ. അനന്ത് പറയുന്നത് പോലെ ഹനാൻഷയ്ക്ക് ഈ വിഷയത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരേണ്ട സംഗതിയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംഭവ വികാസങ്ങൾ ഇവിടെ അരങ്ങേറാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ഡ്രേക്കിനെതിരെ ഹക്കീമിന് ഒരു മറുപടിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഡോക്ടർ ഡ്രേക്കിനെ എക്സ്പോസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഐറ്റംസ് ഹക്കീമിന്റെ കയ്യിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സത്യം അറിയാലോ, ഇവരാരും അത്ര വെടുപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.